പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മലബാറിലെ എംപിമാർ. വിഭജനം അറിഞ്ഞില്ലെന്ന റെയിൽവേ മന്ത്രിയുടെ വാദം നുണയാണെന്നും ബിജെപിയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായാണ് മംഗലാപുരം മേഖലയെ പാലക്കാട് ഡിവിഷനിൽ നിന്നും വേർപെടുത്തിയതെന്നും എംപിമാർ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ ഉപവാസ സമരം നടത്തുമെന്നും എംപിമാർ അറിയിച്ചു. വിഭജനം മൂലം പാലക്കാട് ഡിവിഷന് ചരക്കു ഗതാഗത യാത്രാ വരുമാനത്തിൽ വൻ നഷ്ടമാണ് ഉണ്ടാവുക. പാലക്കാട് റെയിൽവേ ഡിവിഷന് പ്രതിവർഷം 700 കോടിയിലേറെ വരുമാനം നൽകുന്ന മേഖലയാണ് മംഗലാപുരം മേഖല. ഈ മേഖലയെ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റിയതിനെതിരെ വടക്കൻ കേരളത്തിലെ എംപിമാരുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധമാണ് വരുന്നത്. തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പാലക്കാട് ഡിവിഷന് വൻ നഷ്ടമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണെന്നും MK രാഘവൻ MP ആരോപിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. ഇത് നാളെ എൻ്റെ ഭയപ്പെടുന്ന നാളെ ഇതെല്ലാം വന്ന് ഈ 2 ഡിവിഷന് ഒന്നായി മാറുമോ എന്ന് കൂടി ഞാൻ ഭയപ്പെടുകയാണ്. അതിലേക്ക് എത്തിക്കുമോ ഭയപ്പെടുകയാണ്. ഈ നടപടിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും കേരളത്തിലെ BJPയുടെയും നിലപാട് എന്താണെന്നും എംപിമാർ ചോദിച്ചു. ഈ നടപടിയോട് സുരേഷ് ഗോപി അനുകൂലമാണോ എതിരാണോ? കേരളത്തിലെ BJP ഇതിന് അനുകൂലമാണോ എതിരാണോ? അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉത്തരവും അവർ നൽകേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണകക്ഷിയുടെ ഭാഗമാണ് അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വിഭജനം BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. ഡിവിഷൻ വിഭജനം അറിയില്ലെന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നതെന്നും ഇല്ലെങ്കിൽ മന്ത്രിയെ ആ പണിക്ക് കൊള്ളില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് എടുത്ത തീരുമാനം ദുരുപദേഷ്ടമാണ്, മാത്രമല്ല നിഗൂഢാത്മകമാണ്. ആ തീരുമാനം ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാനാവില്ല. കേന്ദ്രമന്ത്രി ഒരു സൂചന പോലും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കർണാടകത്തിലെ BJPയുടെ താല്പര്യപ്രകാരമാണ് ഈ തീരുമാനം എടുത്തത്. ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ഈ തീരുമാനം കേരളത്തോടുള്ള അവഗണനയാണ്, കേരളത്തെ അവഹേളിക്കലാണ്, അപമാനിക്കലാണ്. റെയിൽവേ മന്ത്രി നുണ പറയുകയാണെന്ന് VK ശ്രീകണ്ഠൻ MPയും ആരോപിച്ചു. റെയിൽവേ ബോർഡോ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയോ അറിയാതെയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിച്ച് മംഗലാപുരം മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ MPമാരുടെ പ്രതിഷേധം വന്നപ്പോഴാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിഞ്ഞതെന്ന് പറയുന്നു. ഇത് ശുദ്ധ അസംബന്ധമാണ്. കാരണം വിഭജനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിവസം DRM ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും MPമാർ പ്രഖ്യാപിച്ചു. മംഗലാപുരം മേഖലയെ ഒഴിവാക്കുന്നതോടെ ചരക്കു ഗതാഗത വരുമാനത്തിൽ മാത്രം പാലക്കാട് ഡിവിഷന് 500 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക. ഇതിനു പുറമെ കൂടുതൽ യാത്രാ വരുമാനം ലഭിക്കുന്ന പ്രധാന ട്രെയിനുകളും മൈസൂർ ഡിവിഷനിലേക്ക് മാറും. മറ്റു വരുമാനങ്ങളിൽ മാറ്റം വരും. ആകെ 600 മുതൽ 700 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് പാലക്കാട് ഡിവിഷനെ നഷ്ടത്തിലാക്കുമെന്നും ഭാവിയിൽ പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാകുമെന്നുമുള്ള ആശങ്കയാണ് ഉയരുന്നത്. അതേസമയം UPA ഭരണകാലത്ത് പാലക്കാട് വിഭജിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചത് ഓർമ്മിപ്പിച്ചാണ് BJPയുടെ മറുപടി. കഞ്ചിക്കോട്ട ഈ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത് അവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് പകരം ഇവിടെ കോട്ട മൈതാനത്ത് ഒരു ഫലകവും വെച്ചിട്ട് ഉദ്ഘാടനം നടത്തി. 2014 വരെ ഇവരുണ്ടായിരുന്നല്ലോ. ഒരു ദിവസം മുഴുവൻ നിരാഹാരം വേണ്ട, 1 മണിക്കൂർ നിരാഹാരം നടത്തിയോ കോൺഗ്രസ്? പാലക്കാട് ഡിവിഷൻ വിഭജിച്ചപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അരമണിക്കൂർ നിരാഹാരം അനുഷ്ഠിച്ചോ? ഇല്ല. അന്ന് ഞാൻ ചോദിച്ചതുപോലെ അന്ന് ഇവരൊക്കെ കാശിക്ക് പോയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, കോഴിക്കോട്.